കഷായം, ശതാവരി കുളം, ശതാവരി പാൽ കഷായം, പിന്നെ വരണാതി കഷായം, സുകുമാരൻ കഷായം, ഇതൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. ഇതെല്ലാം കൂടെ കൊടുക്കുന്നില്ല. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ, നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും സൂട്ടബിൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ഉപയോഗിക്കും. ദ്രാക്ഷാതി ലേഹ്യം, ദ്രാക്ഷാതി കഷായം, ഇന്ദുകാന്തം കഷായം, ഗന്ധർവസ്ഥാതി കഷായം, സുകുമാരൻ കഷായം, സുകുമാരൻ ലേഹ്യം, ശതാവരി കുളം, ശതാവരി പാൽ കഷായം, അമുക്കുരം പാൽ കഷായം, ത്രിഫലാ ചൂർണം, ഇതൊക്കെ കൊടുക്കാറുണ്ട്. ഇതൊക്കെ വേണ്ടി വരാറുണ്ട്. അത് അവസ്ഥാനുസരണം മാറ്റി മാറ്റി ഉപയോഗിക്കും. അപ്പോൾ ഈ മരുന്നുകൾ ഒന്നും നിങ്ങൾ നേരിട്ട് വാങ്ങി ഉപയോഗിക്കേണ്ട. അത് അടുത്തുള്ള ഡോക്ടറെ സമീപിച്ചതിന് ശേഷം ആ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ബുക്ക് ചെയ്തിട്ട് അതിനായിട്ട് മാത്രം വിളിക്കുക. ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഈ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പാലും തണുപ്പാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. പാല് കുടിക്കാം, കുഴപ്പമില്ല. പാല് കുടിക്കുന്നതല്ല മെനോപോസ് സ്റ്റേജിൽ. ഈ സമയത്ത് ഈ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോൺസിൻ്റെ ഡിഫറൻസ് കാരണം, ചേഞ്ചസ് കാരണം നിങ്ങൾക്ക് ഓസ്റ്റിയോപോറോസിസും, എല്ല് പൊട്ടാനും, അതുപോലെ സ്കിന്നിന് ഡിസ്കളറേഷൻ വരിക, അതിനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ഈ ഹോർമോണൽ തകരാറ്